കേരളത്തില് BJP അക്കൗണ്ട് ഇറക്കും. അല്ല, അത് ഉറപ്പ് പറയാൻ പറ്റില്ല. കാരണം നമ്മളിപ്പോൾ ഓരോ പ്രദേശത്തെ സ്ഥാനാർത്ഥിക്ക് അനുസരിച്ചായിരിക്കും. ഇപ്പൊ നമ്മൾ തിരുവനന്തപുരം മണ്ഡലത്തിൽ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ശശി തരൂർ, രാജീവ് ചന്ദ്രശേഖർ, പന്ന്യൻ രവീന്ദ്രൻ. പക്ഷെ ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ള സ്ഥാനാർത്ഥി എന്ന് പറയുമ്പോൾ ശശി തരൂർ ഇന്റർനാഷണൽ ഫിഗറാണ്. പക്ഷെ അദ്ദേഹത്തിന് ജയിപ്പിച്ചു കഴിഞ്ഞിരുന്നാലും കോൺഗ്രസിന് കേന്ദ്രത്തിൽ ഭരണം കിട്ടിയില്ലെങ്കിൽ അദ്ദേഹത്തിനെ കൊണ്ട് കേരളത്തിന് വലിയ ഗുണമൊന്നുമില്ല. അതേ പക്ഷെ BJP അധികാരത്തിൽ വരികയാണെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ മന്ത്രിയായാൽ കേരളത്തിന് ഒരുപാട് ഗുണം ചെയ്യും. കേരളത്തിലെന്നല്ല, നമ്മുടെ തിരുവനന്തപുരം, നമ്മുടെ ഈ ലോക്സഭാ മണ്ഡലത്തിന് ഒരുപാട് ഗുണം. സുരേഷ് ഗോപിക്ക് തൃശ്ശൂർ സാധ്യതയുണ്ടോ? അത് പുള്ളിയുടെ ഇപ്പോഴത്തെ പ്രവർത്തനം ഇടയ്ക്ക് തന്നെ പുള്ളി അണികളുമായിട്ടൊക്കെ തെറ്റി നിൽക്കുന്നതുകൊണ്ട് സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് പുള്ളിക്കെതിരെയുള്ള സ്ഥാനാർത്ഥികൾ വളരെ രാഷ്ട്രീയ പാരമ്പര്യമുള്ളവരാണ്. പുള്ളിക്ക് അത്ര രാഷ്ട്രീയ പാരമ്പര്യമായിട്ടൊന്നും അതിനൊരു അല്ല, ഇന്നലെ പുള്ളി നല്ല പ്രവർത്തനം അവിടെ കാണിച്ചു വെക്കല്ലേ. എന്തായാലും പുള്ളി നല്ലൊരു മനുഷ്യപ്പെട്ടുള്ള മനുഷ്യനാണ്. അതുകൊണ്ട് ജയിച്ചാലും ജനങ്ങൾക്ക് ഉപകാരപ്രദമായുള്ള കാര്യം ചെയ്യുമെന്ന് നമുക്ക് ഊഹിക്കാം. അക്കൗണ്ട് തുറക്കില്ലെന്നാണോ പറയുന്നത് BJP? അങ്ങനെ ഒരു സാധ്യത തള്ളിക്കളയാനാവില്ല. അക്കൗണ്ട് തുറക്കും. അത് എങ്ങനെയാണോ താങ്കൾക്ക് ഇതെടുക്കാം, ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. ജനങ്ങൾ തീരുമാനിച്ചു. എന്നിരുന്നാലും ആര് വന്നിരുന്നാലും ഞാൻ പറയുന്നത്, ഏത് പറഞ്ഞ ആൾക്കാർ വന്നാലും കേന്ദ്രത്തിൽ ഭരണം ആര് വരുമോ അവരുടെ ആൾക്കാർ തന്നെ ഇവിടെ അധികാരത്തിൽ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നതായിരിക്കും ഗുണം. കാരണം നമ്മുടെ പദ്ധതികൾക്കെല്ലാം പൂർത്തീകരണം എളുപ്പം പൂർത്തീകരിക്കാനായിട്ട് അതുകൊണ്ട് സാധിക്കും. ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രാജീവ് ചന്ദ്രശേഖരൻ പിടിക്കും. വളരെ നമുക്ക് വളരെ വളരെ ബുദ്ധിമുട്ടി അതിനൊരു ഉത്തരം പറയാൻ പറ്റും. കാരണം 3 സ്ഥാനാർത്ഥികൾ ഒന്നിനൊന്നാണ്. കാരണം ഘട്ടഘട്ടയ്ക്ക് മാത്രമല്ല, സാധാരണക്കാരൻ വോട്ട് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ 12 പേരിന് വോട്ട് ചെയ്യുള്ളൂ. അവിടെ ഇന്റർനാഷണൽ ഹീറോ രാജീവ് ചന്ദ്രശേഖർ കമ്പ്യൂട്ടർ മറ്റേ ചിപ്പ് കണ്ടുപിടിച്ച മനുഷ്യൻ നോക്കൂല. കാരണം എന്നാൽ കറവുള്ള ഇന്ന് ഓലപ്പുരയെ താമസിക്കുന്ന മനുഷ്യനാണ് 12 പേര്. BJP കേരളത്തിൽ അക്കൗണ്ട് തുറക്കും പ്രാവശ്യമാണ്. കേരളത്തിൽ അക്കൗണ്ട് തുറക്കും, ഇപ്രാവശ്യം തുറക്കും. എന്തായാലും തുറക്കും. എന്താണ് കാര്യം? അത് കാര്യം എന്ന് വെച്ചാൽ കേന്ദ്ര ഗവൺമെന്റിലെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പൊ നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥികൾ നല്ല സ്ട്രോങ് സ്ഥാനാർത്ഥികളാണ്. എന്തായാലും ഇപ്രാവശ്യം BJP ഇവിടെ അക്കൗണ്ട് തുറക്കും. എത്ര സ്ഥലത്ത് പിടിക്കും? എന്റെ ഉദ്ദേശത്തിലൊരു 3 ഒന്ന് തൃശ്ശൂര്, പാലക്കാട്, തിരുവനന്തപുരം. തൃശ്ശൂർ ഉറപ്പാണ്. അതെ അതെ അതെ, സുരേഷ് ഗോപിക്ക് സാധ്യതയുണ്ട്. പിന്നെ അവിടെ വേറെ ആർക്കും സാധ്യത ഇല്ലല്ലോ. സുരേഷ് ഗോപിക്കാണല്ലോ സാധ്യത കൂടുതലുള്ളത്. ഒരു ഇതുമില്ല, ഒരു ചാൻസും ഇല്ല. കേരളത്തിൽ അക്കൗണ്ട് തുറക്കും. പിന്നെ തുറക്കാതെ ഇത് കണക്കൊരു ചാൻസ് ഇനി കിട്ടൂല. എന്തുകൊണ്ടാണ്? BJP കേന്ദ്ര ഭരണം കണ്ടില്ലേ, അറിഞ്ഞൂടെ? എല്ലാവർക്കും അറിയാം. ഇതൊരു നല്ല ചാൻസ് ആണ്. ജയിച്ചാ ജയിച്ച്. ഉദ്ദേശം എത്ര സീറ്റ് കിട്ടും? സീറ്റൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ജയിക്കാൻ ഒരു നല്ലൊരു ചാൻസ് ഉണ്ട് കേരളത്തിന്. അക്കൗണ്ട് തുറക്കും കേരളത്തിൽ BJP. തീർച്ചയായും, എന്തുകൊണ്ട് തുറന്നുകൂടാ? കാര്യം ഈ കേന്ദ്ര പദ്ധതികൾ പലതും നമ്മുടെ ഇവിടുത്തെ ജനങ്ങൾക്ക് കൂടുതലും എന്താ പറയുന്നത്, അവർക്ക് ഇവിടെ കേന്ദ്ര പദ്ധതികളുടെ പല ഇതും ഇവിടുത്തെ ജനങ്ങൾക്ക് അത് കിട്ടുന്നില്ല. അപ്പൊ അതുകൊണ്ട് അത് ഇവിടുത്തെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള സ്ഥാനാർത്ഥിയാണ് ഇപ്പം ഇവിടെ നിർത്തിയിരിക്കുന്നത് ഇപ്പം BJPയുടെ. അതെ അതെ. അപ്പം അത് മാത്രമല്ല, ഇവിടെ ഇത്രയും കാലം തീർച്ചയായും അത് മാത്രമല്ല, നല്ല തരൂരുമായിട്ട് നല്ല രീതിയിൽ കടപിടിച്ച് നിൽക്കാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് നിർത്തിയിരിക്കുന്നത്. തീർച്ചയായും. പിന്നെ അത് മാത്രമല്ല, ഇത് ഇവിടെ പലരും ഈ ഇത്രയും വർഷം മാറി മാറി ഭരിച്ചിട്ടും ഇവിടുത്തെ കേരള ജനങ്ങൾക്ക് എന്താണ് ഇത് നേട്ടവും കാര്യങ്ങളും ഉണ്ടായിട്ടുള്ളത്. അപ്പം കേന്ദ്ര പദ്ധതികൾ പലതും ഇവിടെ വരാൻ വേണ്ടി BJPയുടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള സ്ഥാനാർത്ഥി ജയിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങൾക്ക് തന്നെയാണ് അതിന്റെ കൂടുതലായിട്ടുള്ള ഗുണം കിട്ടുന്നത്. വളരെ ഉറപ്പാണ്. തീർച്ചയായും. അതേ കാര്യം, അദ്ദേഹത്തിന്റെ വളരെ വ്യക്തിപരമായിട്ടുള്ള കുറെ നല്ല നല്ല കാര്യങ്ങൾ അദ്ദേഹം അവിടെ ചെയ്തിട്ടുണ്ട്. ഇതിന്റെയൊക്കെ ഇത് ജനങ്ങൾ എന്തായാലും കാണുന്നുണ്ട്. ഇവിടെ രാഷ്ട്രീയമല്ല, അവിടെ അദ്ദേഹത്തിന് അല്ലാത്ത വ്യക്തിപരമായിട്ട് തന്നെ അദ്ദേഹത്തിന് ഇഷ്ടം പോലെ ഈ പറഞ്ഞതുപോലത്തെ അവിടുത്തെ ജനങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അദ്ദേഹം പറഞ്ഞതല്ല, അദ്ദേഹം ഒരു MP അല്ലെങ്കിൽ പോലും അദ്ദേഹം വളരെ വ്യക്തമായിട്ട് ചെയ്യാൻ പറഞ്ഞ ഈ ശക്തൻ തമ്പുരാൻ അവിടുത്തെ മാർക്കറ്റും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് തന്നെ പൈസ മുടക്കി 1 കോടി രൂപ മുടക്കിയാണ് അദ്ദേഹം അത് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ ജനങ്ങൾ കാണുകയല്ലേ. അപ്പൊ അവിടെ രാഷ്ട്രീയം അവർ ഇത്തവണത്തെ രീതിയിൽ മാറ്റിവെച്ചിട്ട് അദ്ദേഹത്തിന്റെ ഒപ്പം എന്തായാലും നിൽക്കും. അതിനൊരു മാറ്റവും ഇല്ല. അതില് കാര്യമൊന്നുമില്ല. ഇപ്പം മുരളീധരനൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. കാര്യം അവിടുത്തെ ശക്തനായിട്ടുള്ളൊരു സ്ഥാനാർത്ഥിയാണ് BJP നിർത്തിയിരിക്കുന്നത്. BJP കേരളത്തിൽ അക്കൗണ്ട് തുറക്കും. സാധ്യത കുറവാണ്. അതെന്താണ് കാരണം? കാരണം അടിസ്ഥാനപരമായിട്ട് അവർക്ക് അങ്ങനെ ഒരു ചാൻസ് ഇല്ല. അക്കൗണ്ട് തുറക്കുമെന്നാണല്ലോ BJP പറയുന്നത്. അത് മറ്റു എല്ലാ മുന്നണികളെ പോലെയും അവർക്കും അതിന് അവകാശപ്പെടാൻ പറ്റും. ആ ഒരു ബേസിൽ അവർ അവകാശപ്പെടുന്നു. തിരുവനന്തപുരത്ത് ജയിക്കുന്നത്? തിരുവനന്തപുരത്ത് 3 ടേൺ MP ആയ ആളാണ് നിലവിലെ MP ശശി തരൂർ. അത് ഇന്നൊരു മാറ്റം വരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
അങ്ങനെയാണെങ്കിൽ പന്നിയൻ രവീന്ദ്രനാണ് സാധ്യത. തൃശ്ശൂർ സുരേഷ് ഗോപിക്ക് സാധ്യതയുണ്ട്. സാധ്യത കുറവാണ്. എന്താണ്? അത് ഒന്ന് മറ്റ് രണ്ട് മുന്നണികളെ അപേക്ഷിച്ച് ഈ മുന്നണി അല്ലെങ്കിൽ BJPക്ക് അടിസ്ഥാനപരമായ കുറെ കുറവുകളുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്. വെക്കാൻ സാധ്യത ഇല്ല 100%. BJP കേരളത്തിൽ അക്കൗണ്ട് തുറക്കും. കാരണം എന്ന് വെച്ചാൽ അവരെ കൊണ്ട് BJP കൊണ്ട് സഹായമുള്ളതുണ്ട്. എന്തെങ്കിലും സഹായങ്ങൾ കിട്ടിയിട്ടുണ്ടോ? ഗ്യാസ് കണക്ഷൻ കിട്ടിയിട്ടുണ്ട്. പിന്നെ അല്ലാതെ പെൻഷനൊക്കെ ചെയ്തു തന്നിട്ടുണ്ട്. അങ്ങനെ പല ഉറപ്പായിട്ടും BJP അക്കൗണ്ട് തുറക്കും. തുറക്കും. കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കും. തീർച്ചയായിട്ടും ഇപ്രാവശ്യം BJP കേരളത്തിൽ അക്കൗണ്ട് തുറക്കും. ഇവിടെ മോദി സർക്കാരിന്റെ വികസന പദ്ധതികൾ ഒരുപാട് ജനങ്ങളുടെ കയ്യിൽ എത്തിയിട്ടുണ്ട്. അതിന്റെ ഗുണഭോക്താക്കളായ ആൾക്കാർ എന്തായാലും ഈ സർക്കാരിനെ വീണ്ടും അധികാരത്തിൽ കൊണ്ടുവരുമെന്നുള്ള ഉറപ്പാണ്. അതിന് കേരളത്തിൽ നിന്നും ആൾക്കാരുണ്ടാവും, MP മാരുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ സ്ഥലത്തായിരിക്കും സാധ്യത? തിരുവനന്തപുരം, തൃശ്ശൂര്, പിന്നെ പാലക്കാട്, ഇവിടുന്നൊക്കെ വിജയസാധ്യത കൂടിയുള്ള ഭാഗങ്ങളാണ്. മോദി സർക്കാരിന്റെ വികസന പദ്ധതികൾ വീണ്ടും നടപ്പിലാക്കാൻ നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ ആൾക്കാരുണ്ടാവുന്നത് നല്ലതാണ്. തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് അദ്ദേഹം ഈ പുതിയ തലമുറക്ക് അദ്ദേഹത്തിനെ കുറിച്ച് നല്ല രീതിയിൽ പഠനം നടത്തിയ ആൾക്കാരാണ്. അദ്ദേഹത്തിന്റെ വികസന കാര്യങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളിൽ താല്പര്യമുള്ള ഒരാളാണ്. അപ്പൊ ശക്തമായ പോരാട്ടമാണ്. കാര്യമല്ല, കാരണം പുതിയ തലമുറ അറിഞ്ഞു ചിന്തിച്ച് വോട്ട് ചെയ്യുന്ന ആൾക്കാരാണ് തിരുവനന്തപുരത്തുകാർ. BJP ഇപ്രാവശ്യം കേരളത്തിൽ അക്കൗണ്ട് തുറക്കും. കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് BJP കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഇക്കുറി BJPക്ക് അനുകൂലമായ ചില ഘടകങ്ങൾ കേരളത്തിൽ കാണുന്നുണ്ടെന്നാണ് ഒരു മൊത്തത്തിലുള്ളൊരു വിലയിരുത്തൽ. പ്രത്യേകിച്ച് തൃശ്ശൂർ, തിരുവനന്തപുരം, ആലപ്പുഴ ഈ 3 സ്ഥലങ്ങളിൽ സാധ്യതയുണ്ട്. BJPക്ക് ഒരു സാധ്യത കാണുന്നുണ്ട്. ബാക്കിയൊക്കെ ഇലക്ഷനല്ലേ, ഓരോരുത്തരുടെ മനസ്സിന്റെ അവസ്ഥകൾ അപ്പോഴാണ് അറിയുന്നത്. തിരുവനന്തപുരത്ത് മികച്ച സ്ഥാനാർത്ഥികളാണ്. പ്രത്യേകിച്ച് പന്നിൻ രവീന്ദ്രൻ, ശശി തരൂർ, ചന്ദ്രശേഖരൊക്കെ ഈ പറഞ്ഞ പോലെ അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ്. അദ്ദേഹവും മികച്ച സ്ഥാനാർത്ഥിയാണ്. പന്നിൻ രവീന്ദ്രൻ എന്ന് പറഞ്ഞാൽ വളരെ സമർത്ഥനും സത്യസന്ധനുമായ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. ശശി തരൂർ എഴുത്തുകാരൻ നിലയിലും രാഷ്ട്രീയക്കാരൻ നിലയിലും വളരെ സ്വാധീനമുള്ള അതെ. പക്ഷെ എങ്കിലും ഒരു തിരുവനന്തപുരം സാധ്യത ഈ വോട്ടേഴ്സിൻ്റെത് ഒരുപക്ഷെ ശശി തരൂരും പന്നിൻ രവീന്ദ്രനും കൂടെ വിഘടിക്കുന്ന രീതിയിൽ വോട്ട് വന്നാൽ ഒരുപക്ഷെ BJPക്ക് അക്കൗണ്ട് തുറക്കാൻ സാധ്യതയുണ്ട്. കാരണം ഒരു പ്രത്യേക നിരീക്ഷണമാണ്. കാരണം 2 സ്ഥാനാർത്ഥികളും പന്നിൻ രവീന്ദ്രൻ എന്ന് പറയുന്നത് കേരളം കണ്ട ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയാണ്. കേരളത്തിൽ നിൽക്കുന്നതിൽ വെച്ച് ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയാണ്. അപ്പൊ അദ്ദേഹം കുറെ വോട്ട് പിടിക്കും. അപ്പൊ സ്പ്ലിറ്റ് ആവും. വോട്ട് സ്പ്ലിറ്റ് ആയി കഴിഞ്ഞാൽ അത് നേട്ടം BJPക്കാണ്. അങ്ങനെയാണെങ്കിൽ അപ്രതീക്ഷിത ഒരു ജയം തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരനും സാധ്യത ഇല്ലാതില്ല. BJP ഇപ്രാവശ്യം അക്കൗണ്ട് തുറക്കും. കാരണം പാവങ്ങൾ ഒരുപാട് സഹായിക്കണം മോഡി സർക്കാർ. അതുകൊണ്ട് അവർ വരും. എന്തെങ്കിലും ആനുകൂല്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടുണ്ടോ? എന്തൊക്കെ? കൊറോണ സമയത്തിന് മരുന്ന് കിട്ടിയിട്ടുണ്ടോ? റേഷനിൽ ഫ്രീ അരി കിട്ടിയിട്ടുണ്ടോ? കട്ടിൽ കിട്ടിയിട്ടുണ്ടോ? ലോൺ കിട്ടിയിട്ടുണ്ടോ? കട്ടിൽ കിട്ടിയിട്ടുണ്ടോ? ലോൺ കിട്ടിയിട്ടുണ്ടോ? ഇവിടെ പല പല സഹായങ്ങൾ നമുക്ക് ചെയ്തിട്ടുണ്ടോ? അതുകൊണ്ട് അവർ വരും. ഉറപ്പായിട്ട് വരും. BJP ഇപ്രാവശ്യം അക്കൗണ്ട് തുറക്കും. ഉറപ്പായിട്ടും. കാരണം വെച്ചാൽ ഒരുപാട് നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. വാട്ടർ കണക്ഷൻ ആയിക്കോട്ടെ, ഗ്യാസ് കണക്ഷൻ ആയിക്കോട്ടെ, അരി തന്നെ ആയിക്കോട്ടെ. അരി കിട്ടിയായിരുന്നോ? കിട്ടി. 29 കിലോ ഞാൻ അരി 5 കിലോ മേടിച്ചാണ്. എങ്ങനെയുണ്ടാവും? നല്ല അരിയാണ്. വേവ് കുറഞ്ഞ അരി പെട്ടെന്ന് വേവുന്നുണ്ട്. നല്ല അരിയാണ്. കേരളത്തിൽ എവിടെയൊക്കെ സാധ്യത? കേരളം ഒട്ടാകെ നോക്കുവാണെങ്കിൽ ട്രിവാൻഡ്രത്ത് നല്ല സാധ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതുകൂടാണ്ട് തൃശ്ശൂർ, ഇതെല്ലാം പറയുന്നതും കേൾക്കുന്നതും ഉണ്ട്. അപ്പം തിരുവനന്തപുരം ഉറപ്പാണ്. നല്ല ശക്തമായിട്ടുള്ള ഇതല്ലേ? ശക്തമായിട്ടുള്ള ഞാനിപ്പോ പേഴ്സണൽ എന്റെ എക്സ്പീരിയൻസിൽ ഞാൻ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും BJP വരുന്നതാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. അക്കൗണ്ട് തുറക്കും. തുറക്കും.